അവരുടെ റിപ്പോ റേറ്റ് കുറച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് നേട്ടമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? സാധാരണക്കാരായ നമ്മൾ എല്ലാവരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. നമ്മൾ ലോൺ അടയ്ക്കുന്നതിന്റെ EMI ഇൻട്രസ്റ്റ് കുറയുമോ? അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റിൽ കൂടുതൽ പൈസ ലോൺ എടുക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ ഇത് എങ്ങനെ ഫാമേഴ്സിനെ ബാധിക്കുന്നു, എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്നു, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. എന്താണ് റിപ്പോ റേറ്റ്, അതുപോലെ തന്നെ എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. RBI റിപ്പോ റേറ്റ് കുറച്ചെന്നൊക്കെ നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്. പക്ഷെ എന്താണ് റിപ്പോ റേറ്റ് എന്ന് അറിയാതെ, ഇത് എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. റിപ്പോ റേറ്റ് എന്താണെന്ന് വെച്ചാൽ ബാങ്കുകൾ RBI യിൽ നിന്ന് കടം വാങ്ങുമ്പോൾ RBI നൽകുന്ന ഒരു പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ RBI സാധാരണ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങുമ്പോൾ ഈ ബാങ്കുകൾ RBI ചുമത്തുന്ന ഈ ഒരു പലിശനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ ബാങ്കുകൾ RBI ൽ നിന്ന് കടം മേടിക്കുന്നു. അപ്പോൾ RBI ഈ സാധാരണ ബാങ്കുകളിൽ നിന്ന് ഒരു പലിശ മേടിക്കുന്നു. ആ പലിശയുടെ റേറ്റ് ആണ് കുറച്ചിരിക്കുന്നത്. RBI ആ റേറ്റ് കുറയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നേട്ടമാകുന്നത് എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് RBI കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്ക്സും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലോൺ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. നമുക്ക് അതിലേക്ക് ഓരോ സെക്ടറായിട്ട്, ഓരോ സെക്ടറിലും എങ്ങനെയാണ് ഈ ഒരു റിപ്പോ റേറ്റിന്റെ അളവ് കുറച്ചത് ബാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു ബാങ്ക് നടത്തുന്ന ആളാണ്. ഞാൻ കുറഞ്ഞ പലിശയ്ക്ക് നിങ്ങൾക്ക് ലോൺ തരാൻ തയ്യാറായാൽ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിക്കും. നിങ്ങൾ ആ പൈസ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യും. ഒന്നുകിൽ നിങ്ങൾ ബിസിനസ് ആരംഭിക്കും, അല്ലെങ്കിൽ കൂടുതൽ സാധനം മേടിക്കും. അപ്പോൾ ഈ ഒരു പൈസ മാർക്കറ്റിൽ കൂടുതൽ എത്തുകയും അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് വളരുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായി ഇത് പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഒരു കട നടത്തുകയാണ്. എന്റെ കടയിൽ ഒരു 10 പേനയുണ്ട്. 10 പേന ഞാൻ 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സാധാരണ എന്റെ കടയിൽ ഈ ഒരു പേന മേടിക്കാൻ 5 പേര് മാത്രമാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ എന്റെ കയ്യിൽ, എന്റെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ കുറെ കാശ് കിട്ടി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കാശ് കിട്ടിയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിരിക്കും നിങ്ങൾ കാശ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാങ്ക് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ആളുകൾ കൂടുതൽ ലോണുകൾ ബാങ്കിൽ നിന്ന് സ്വീകരിക്കുന്നു. അവർ ആ പൈസ മാർക്കറ്റിലെ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഒന്നുകിൽ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സാധനം മേടിക്കുന്നു. അപ്പോൾ ഈ ഒരു പൈസയുമായി കൂടുതൽ ആളുകൾ എന്റെ കടയിൽ സാധനം മേടിക്കാൻ വരും. അതായത് 5 പേര് വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് 10 പേർ ഈ ഒരു പേന മേടിക്കാൻ വേണ്ടി വരും, അല്ലെങ്കിൽ 20 പേർ ഈ ഒരു പേന മേടിക്കാൻ വേണ്ടി വരും. എന്റെ കയ്യിൽ 10 പേനയാണുള്ളത്, പക്ഷേ 20 പേർക്ക് ഈ ഒരു പേനയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ ഒരു പേനയുടെ വില കൂട്ടും. ഇവിടെയാണ് ഡിമാൻഡ് സപ്ലൈ. അപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഞാൻ എന്റെ സാധനത്തിന്റെ പ്രോഡക്റ്റിന്റെ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 10, ഇപ്പോൾ ഞാൻ ഇത് 15 രൂപയ്ക്ക് വിറ്റാലും മേടിക്കാൻ ആളുകളുണ്ടെങ്കിൽ അവിടെ എന്റെ മാർക്കറ്റ് വളരുകയാണ്. ഈ മാർക്കറ്റ് വളരുമ്പോൾ ഇത് സ്റ്റോക്ക് മാർക്കറ്റിന്, അതായത് മാർക്കറ്റ് ആണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മുടെ ഈ ഒരു ബിസിനസ്, ഈ ഒരു മേഖലകൾ വളരുമ്പോഴാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റും വളരുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഇൻഡസ്ട്രീസ്, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ബിസിനസ്, വലിയ വലിയ വൻകിട ബിസിനസ്സുകൾ വളരുമ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റിലും ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. രണ്ടാമതായി, ഇത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനെ അഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ലോങ് ഡ്യൂറേഷൻ ബോണ്ട് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള ഹൈ റിട്ടേൺ തരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് SIP-യിലോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട്സിലോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അതിലും ഫ്യൂച്ചർ, അതായത് ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഇതിലൂടെ വലിയ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് വലിയ റിട്ടേണുകളായിരിക്കും, നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വലിയ റിട്ടേണുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഇത് എങ്ങനെയാണ് ഹോം ലോൺ ബോറോവേഴ്സിനെ, അതായത് സാധാരണക്കാരായ നമ്മളെ എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും എല്ലാവർക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ സാധാരണക്കാരായ നമ്മൾ എല്ലാവരും ഹോം ലോൺ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ലോണുകൾ ബാങ്ക്സ് നിന്ന് എടുത്തിട്ടുണ്ടാവും. അവരെ ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് വളരെ നല്ല രീതിയിലാണ് ഈ ലോൺ എടുത്തിട്ടുള്ളവരെ എഫക്ട് ചെയ്യുന്നത്. കാരണം RBI അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് 0.25 ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്കുകൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇൻട്രസ്റ്റ് റേറ്റും നോർമൽ പീപ്പിളുടെ ആ ഒരു ലോൺ കാര്യങ്ങളിൽ കുറയ്ക്കും. അപ്പോൾ നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 0.10% to 0.20% വരെ നമ്മളുടെ ഈ ഹോം ലോൺ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും EMI ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയും അളവിൽ കുറയാനുള്ള സാധ്യതകൾ ഏറെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നിങ്ങളൊരു 50 ലക്ഷം രൂപ 20 വർഷത്തേക്ക് അടച്ചു തീർക്കാനായിട്ട് ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്ലി സാധാരണ അടയ്ക്കുന്നതിന്റെ പൈസയിൽ നിന്നും ഏകദേശം 800 രൂപ മുതൽ 1000 രൂപ വരെ കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട പൈസ നിങ്ങൾക്ക് അത്രയും ലാഭം ലഭിക്കുന്നു. ആ പൈസ മാർക്കറ്റിൽ എത്തുകയും മാർക്കറ്റിലെ സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ മാർക്കറ്റിലെ എക്കണോമി, അതായത് ഇന്ത്യൻ എക്കണോമി തന്നെ വളരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലോൺ എടുത്തിട്ടുള്ളവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ലോണുകൾ മേടിക്കാനുള്ള ഒരു അവസരം കൂടെയാണ്. അത് ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും വീട് വെക്കാനോ എന്തെങ്കിലും സംരംഭം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ ലോൺ എടുക്കാനുള്ള ഒരു ബെസ്റ്റ് സമയം കൂടെയാണ്. ഇനി നമുക്ക് ഇമ്പാക്ട് ഓൺ പേഴ്സണൽ ബോറോവേഴ്സിനെ ഇത് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് നോക്കാം. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ലോൺ കിട്ടും. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് ഇതിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമതൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൺ പേഴ്സണൽ ലോൺ മൈറ്റ് ഡ്രോപ്പ് ബൈ 0.25% to 0.50%.
അപ്പോൾ ഇതും ഒരു നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ MSME, അതുപോലെ സ്റ്റാർട്ടപ്പ്, എന്തെങ്കിലും പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിനും ഇപ്പോൾ ഭയങ്കര ചീപ്പായിട്ട് ലോൺ കിട്ടും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ എടുക്കാൻ പറ്റിയ സമയമാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനു വേണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ എടുക്കുക. കാരണം കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വന്നിരിക്കുന്നത്. 2022 ഈ ഒരു റേറ്റ് വന്നിരിക്കുന്നത് 4%. അത് 2023 ആയപ്പോഴത്തേക്കും 5.2 ആയി, 2024 ആയപ്പോഴത്തേക്കും 6.5 ആയി, ഇപ്പോൾ 2025 ആയപ്പോഴത്തേക്കും ഈ 6.5 നിന്ന് 0.25% കുറഞ്ഞ് ഇപ്പോൾ 6.25% ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുന്നത്. ഇതിന് കാരണം ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മളുടെ എക്കണോമി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വളർച്ച വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റിപ്പോ റേറ്റ് ഇപ്പോൾ കുറയാനുള്ള ചാൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ MSME ഇങ്ങനെ ചെറിയ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന അവസരമാണ്. എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിക്കേണ്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പാക്ട് ഓൺ ബിസിനസ് ലോൺ ബോറോവേഴ്സ് ആൻഡ് ബിസിനസ് ഓണേഴ്സ്. ബിസിനസ് ഓണേഴ്സിനെയും അതുപോലെ തന്നെ ലോൺ എടുത്തിട്ടുള്ളവർ എങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കാം. നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പലിശയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ലോൺ എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഓൾറെഡി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോൺ അടച്ചടച്ച് കടമായിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ലോൺ അടയ്ക്കേണ്ട ആ പൈസയുടെ എമൗണ്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യും, അത് നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ മികച്ചൊരു അവസരമാണ്. നിങ്ങൾ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് കൂടുതൽ സക്സസ്ഫുൾ ആകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ബിസിനസ് ആരംഭിക്കാനും സാധിക്കും. ഇനി ഇത് എങ്ങനെയാണ് ഫാമേഴ്സിനെ അഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫാമേഴ്സും എല്ലാവരും അവരുടെ കൃഷിക്ക് ആവശ്യമായി ഇപ്പോൾ കൃഷി ചെയ്യുന്നതിനുള്ള വിത്ത്, വളം, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ്, ട്രാക്ടർ, അങ്ങനെയൊക്കെ സാധനങ്ങൾ മേടിക്കാനായിട്ട് ലോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ലോൺ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പലിശ കുറഞ്ഞു കിട്ടും. നിങ്ങളിപ്പോൾ പുതിയ സാധനങ്ങൾ മേടിച്ച് നിങ്ങളുടെ കൃഷി കൂടുതൽ വിപുലമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ എടുക്കുകയും നിങ്ങളുടെ കൃഷി കൂടുതൽ വിപുലമാക്കാനും സാധിക്കും. അപ്പോൾ ഇത് എല്ലാ തരത്തിലും എല്ലാ മേഖലയിലുള്ളവരെയും വളരെ നല്ല രീതിയിലാണ് ഇമ്പാക്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഫാർമർ ആണെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു സാധാരണ വീട് വെക്കാനും അതുപോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ആളാണെങ്കിലും എല്ലാവരെയും അഫക്ട് ചെയ്യുന്ന, എല്ലാവർക്കും നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത് റിപ്പോ റേറ്റിന്റെ അളവ് കുറച്ചിരിക്കുന്നത്. നമ്മളുടെ ഓവറോൾ എക്കണോമി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് കാരണം ആളുകൾ കൂടുതൽ പേർ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുന്നതാണ്. കൂടുതൽ പേർ ബാങ്കിനെ സമീപിക്കുകയും അവരുടെ കയ്യിൽ പൈസ എത്തുകയും ചെയ്യും. ആൾക്കാരുടെ കയ്യിൽ പൈസ എത്തുമ്പോൾ ക്യാഷ് ഫ്ലോ കൂടുതൽ നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാവും. അങ്ങനെ എക്കണോമി ബൂസ്റ്റ് ആകും. ചെറുകിട മാർക്കറ്റും വലിയ മാർക്കറ്റും എല്ലാ മാർക്കറ്റും വളരുകയും അങ്ങനെ നമ്മുടെ എക്കണോമി വളരുകയും ചെയ്യും. ഇത് ഇൻഫ്ലേഷനെയും ബാധിക്കും. അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു വളർച്ചയാണ് നമ്മൾ ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു RBI റിപ്പോ റേറ്റ് കുറച്ചത് മൂലം ഏതൊക്കെ മേഖലയാണ് ഇതൊക്കെ അഫക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇതിന്റെ നേട്ടം, എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ നേട്ടം ആസ്വദിക്കാൻ കഴിയുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. ഇതുപോലുള്ള ഫാമിംഗ് റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ്, മണി റിലേറ്റഡ് കോഴ്സുകൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.